അപ്പൂസ് നേരെ നോക്കി നടക്കൂട്ടോ. വേഗം വായോ, സമയമായി. ചെരുപ്പിട്. മഞ്ജു വായോ, നമുക്ക് കുടുംബശ്രീക്ക് പോകണ്ടേ? സമയമായി, വേഗം വരൂ. അവള് വരുന്നുണ്ട്. ഞാൻ വരുന്നുണ്ട്. 2:30 ആയല്ലേ സമയം. റെഡിയാകാൻ പോവായിരുന്നേ. നിങ്ങളിപ്പോൾ എത്തിയല്ലേ. എനിക്ക് ഉഷേനെ ഒന്ന് കാണണം. ഈ ആഴ്ച തരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയെന്ന്. എന്താ കഴിഞ്ഞ തവണ ഞാൻ അവൾക്ക് കൊടുത്തത് ഒരു പപ്പടം ഇടാൻ പറ്റണ പാത്രം. അവൾ എനിക്ക് തന്നതാ വേറെ ഒരു കറിപ്പാത്രം. അതൊന്നും എനിക്ക് ചോദിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ. അത് ശരിയാ, നമുക്കത് ചോദിക്കണം കേട്ടോ. എനിക്കും അങ്ങനെ തന്നെ ഉണ്ടായത്. ഞാൻ റെഡി ആവട്ടെ. ഇപ്പൊ റെഡി ആയിട്ട് വരാം. ചോദിക്കണം അത്. വേഗം വായോ, നമുക്ക് ഒരുമിച്ച് ചോദിക്കാം കേട്ടോ. വേഗം വായോ. വരുവാ. ആരും എത്തിയിട്ടില്ല അല്ലേ? നമ്മളാണ് നേരത്തെ എത്തിയേക്കണേ. നമ്മളൊന്ന് താമസിച്ച് അപ്പൊ പറയും 10 രൂപ ഫൈൻ, 20 രൂപ ഫൈൻ എന്നും പറഞ്ഞ് തുടങ്ങും എല്ലാം കൂടി. അതെ, നമ്മൾ ഇത്തിരി നേരത്തെ വന്നു കഴിഞ്ഞാൽ അവിടെ ആരും ഉണ്ടാവില്ല. സമയം ഇത്രയായി, നമുക്ക് യോഗം സ്റ്റാർട്ട് ചെയ്യാം. ആരും തന്നെ കണ്ടൊന്നുമില്ല. വന്നവരായിട്ട് നമുക്ക് തുടങ്ങാം. വരുന്നവർക്ക് ഫൈൻ 10 രൂപ നമുക്ക് ഈടാക്കേണ്ടതാണ്. ശാന്ത ചേരുന്നുണ്ടല്ലോ. കുട്ടിയായിട്ടാണല്ലോ വരണത്. മകളുടെ കുട്ടിയാണ് തോന്നണൂല്ലേ. ഇവരെപ്പോഴാ വന്നേ? ഇന്നലെ രാത്രിക്ക് എത്തിയോ ഇവിടെ? ഇവർ ഇന്നലെ വന്നു. ഇന്നലെ രാത്രി ആയപ്പോഴേക്കും വന്നു. അപ്പോൾ കുട്ടി എൻ്റെ കൂടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പുറപ്പെട്ടതായിരിക്കുമെന്നൊന്നും അറിയില്ല. ഞാൻ കൊണ്ടുവന്നു വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും. അപ്പോൾ താമസിച്ച് വന്നവരെല്ലാവരും 10 രൂപ വെച്ച് ഫൈൻ ഈടാക്കേണ്ടതാണ്. മഞ്ജു ആമിനെയാണ് ഇപ്രാവശ്യം നേരത്തെ വന്നത്. അവർക്ക് മാത്രം ഫൈൻ ഇല്ല. ബാക്കി എല്ലാവരും ഫൈൻ ഇടാം. ഞാൻ ഉൾപ്പെടെ 10 രൂപ ഫൈൻ ഇടേണ്ടതാണ് കേട്ടല്ലോ. ഓക്കെ. ഉഷയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഞാൻ നിനക്ക് കഴിഞ്ഞ തവണ എന്ത് ഗിഫ്റ്റാ തന്നത്? പാത്രം. നീ എനിക്ക് എന്താ തന്നത്? പാത്രം. നീ തന്നെ തിരിച്ചു തന്നെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അത് അറിഞ്ഞിരുന്നു വെച്ചാൽ ഞാൻ അത് തന്നെ തിരിച്ചു തന്നേനെ. നിന്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടാ. ഇങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കടം മേടിച്ചിട്ടായാലും ഞാൻ നിന്റെ സാധനം അങ്ങനെ തന്നെ തിരിച്ചു തന്നേനെ. നിനക്ക് ഇങ്ങനൊരു സ്വഭാവമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. എന്ത് കച്ചറകളാണ് നിങ്ങളെ റോഡിൽ സൗണ്ട് അപ്പുറം വരെ കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്തായി കാഴ്ച കൂട്ടണേ? അയൽക്കൂട്ടാണായി. നല്ല ആളാണ് പറഞ്ഞിട്ട് വരുന്നത്. ഇവരെ അമ്മായിയമ്മയും മരുമകളും കൂടി അവിടെ കിടത്തുള്ള ബഹളം കേട്ടിട്ട് ഞങ്ങൾ അയലോക്കത്തുള്ളവർക്കും കൂടി കിടന്നുറങ്ങാൻ പറ്റണില്ല. അത്രയും സൗണ്ട്. ഒരാൾ പറഞ്ഞ അപ്പുറത്താൾ അതിന്റെ അപ്പുറത്തേക്ക് പറയും.